ഇതാണ് നമ്മളുടെ ലാസ്റ്റ് പോർഷൻ വരുന്നത് ചൈൽഡ് വെൽഫെയർ. The Central Social Welfare Board has contributed significantly towards shaping and developing preschool education program, made its headway in two major directions under the sponsored program of the board and under the grant in aid to voluntary organizations, each of which is distinct in its approach. അതായത് സെൻട്രൽ ബോർഡ്, സോഷ്യൽ വെൽഫെയർ ബോർഡ്, സാമൂഹിക ക്ഷേമ വകുപ്പ് അല്ലെങ്കിൽ ബോർഡ് പ്രധാനമായിട്ടും രണ്ട് രീതിയിലാണ് ഈ പ്രോഗ്രാംസ് കൊണ്ടുവന്നിരിക്കുന്നത്. അത് എന്തിനു വേണ്ടിയിട്ടാണ്? ഒന്ന്, നമുക്ക് ഷേപ്പ് ചെയ്യാനും ഡെവലപ്പ് ചെയ്യാനും വേണ്ടിയിട്ടാണ്. പ്രീ സ്കൂൾ എഡ്യൂക്കേഷൻ പ്രോഗ്രാംസ് ഡെവലപ്പ് ചെയ്യാനും നടപ്പിലാക്കാനൊക്കെ വേണ്ടിയിട്ടാണ് ഈ പ്രോഗ്രാംസ് നമ്മൾ നടത്തുന്നത്. അത് ഏതൊക്കെയാണ്? പ്രധാനമായിട്ടും രണ്ട് രീതിയിലുള്ളത്. സ്പോൺസേർഡ് പ്രോഗ്രാം, ഒന്ന് സ്പോൺസർഷിപ്പിൽ നടത്തുന്ന പ്രോഗ്രാംസ് ഉണ്ട്. രണ്ടാമത്തത് എന്താ? ഗ്രാന്റ് കൊടുത്തിട്ട്, ഗ്രാന്റ് ഇൻ എയ്ഡ്, സഹായം ആവശ്യമുള്ളവർക്ക് ഗ്രാന്റ് കൊടുത്ത് നടത്തുന്ന പ്രോഗ്രാംസ് ഉണ്ട്. ആദ്യം നമ്മൾ പറയാൻ പോകുന്നത് സ്പോൺസേർഡ് പ്രോഗ്രാംസിനെ കുറിച്ചാണ്. പ്രീ സ്കൂൾ എഡ്യൂക്കേഷൻ ഇൻ ദി കൺട്രി വാസ് ഇൻ ഇറ്റ്സ് nebulous its multi-purpose welfare program of welfare extension projects in rural areas in 1954. Balwadis preschools formed an integral part of these welfare extension projects. അതായത് ആദ്യമായിട്ട് നമ്മൾ ഇപ്പോഴാണ് അംഗൻവാടി, നഴ്സറി എന്നൊക്കെ പറയാൻ തുടങ്ങിയത്. അതിനു മുൻപ് അത് അറിയപ്പെട്ടിരുന്നത് ബാലവാടി എന്ന് പറഞ്ഞിട്ടാണ്. ഈ ബാലവാടികള് റൂറൽ ഏരിയാസിലുള്ള വെൽഫെയർ, കുട്ടികളുടെ എഡ്യൂക്കേഷന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ പ്രീ സ്കൂളുകൾ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങിയ പ്രോഗ്രാമാണ്. 1954 ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത്. അന്നും ടൗണിൽ സൗകര്യങ്ങളുണ്ട്, പക്ഷെ നാട്ടിൻപുറങ്ങളിലുള്ളവർക്ക് അവരുടെ മക്കൾക്ക് വേണ്ടിയിട്ട് തുടങ്ങുന്ന പ്രോഗ്രാം ആയിരുന്നു ഈ ബാലവാടീസ് എന്ന് അറിയപ്പെട്ടിരുന്നത്. അപ്പൊ അത് ഈ വെൽഫെയർ എക്സ്റ്റൻഷൻ പ്രോജക്ട് WEP എന്നാണ് അറിയപ്പെടുന്നത്. അതിന്റെ ഭാഗമായിട്ട് വന്നതാണ് ഈ ബാലവാടീസ്. The WEPs started as a composite program of welfare service to women and children, laid emphasis on the child and on preschool education. അതായത് ഇത് കുട്ടികൾക്കും അതേപോലെ അമ്മമാർക്കും വനിതകൾക്കും വേണ്ടിയിട്ടുള്ള ഒരു അവരുടെ വെൽഫെയറിന് വേണ്ടിയിട്ട് തുടങ്ങിയ പ്രോഗ്രാമാണ്. This aspect of the program, however, developed from stage to stage as the pattern of welfare extension projects were modified from time to time according to the experience gained in the field. അതായത് ഈ ഫീൽഡിൽ, ഈ ബാലവാടീസിൽ അല്ലെങ്കിൽ ഈ വെൽഫെയർ എക്സ്റ്റൻഷൻ പ്രോജക്ട് ധാരാളം രീതിയിലുള്ള പ്രോജക്റ്റുകൾ നടപ്പിലാക്കുന്ന സമയത്ത് ഓരോ തവണത്തെ മാറ്റങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് സമയങ്ങൾ മാറുന്തോറും അല്ലെങ്കിൽ കാലങ്ങൾ മാറുന്തോറും അത് ഒരു സ്റ്റേജിൽ നിന്ന് മറ്റൊരു സ്റ്റേജിലേക്ക് ഡെവലപ്പ് ചെയ്തുകൊണ്ടേയിരുന്നു. The board's program of WEP underwent slight changes when it was converted into coordinated pattern projects during 1957. ആദ്യം WEPയുടെ കീഴിൽ ബാലവാടീസിന്റെ പേരിൽ 1954 തുടങ്ങിയത് 1957 കുറച്ച് ചേഞ്ചസ് ഒക്കെ വരുത്തി മറ്റൊരു രീതിയിലേക്ക് കൺവേർട്ട് ചെയ്തു. അതാണ് കോർഡിനേറ്റഡ് പാറ്റേൺ പ്രൊജക്ട്സ് ആയിട്ട് അതിനെ കൺവേർട്ട് ചെയ്തു. അതാണ് 1957 ആയപ്പോഴേക്കും നടന്നത്. During the first plan period of board setup, about 1,150 Balwadis in the rural areas in 292 WEPs. അതായത് ഏകദേശം 292ഓളം വെൽഫെയർ എക്സ്റ്റൻഷൻ പ്രോജക്റ്റ് വഴിയായിട്ട് ഇതിന്റെ ഫസ്റ്റ് പ്ലാൻ നടക്കുന്ന സമയത്ത് 1,150 ബാലവാടീസ് ആണ് ഈ WEP ബോർഡ് സെറ്റപ്പ് ചെയ്തത്. സെക്കൻഡ് പ്ലാൻ ആയപ്പോഴേക്കും ഓൾമോസ്റ്റ് 2,829 ബാലവാടീസ് ആയിട്ട് അത് ഇൻക്രീസ് ചെയ്തു. അപ്പൊ അതായത് ഇത് ദിനംപ്രതി അല്ലെങ്കിൽ കാലം കഴിയുന്തോറും അത് വളർന്നുകൊണ്ടേയിരുന്നു. In the third plan period, some of the Balawadi centers started under the welfare extension projects were handed over to local voluntary organizations. പിന്നീട് അതിന്റെ മൂന്നാം ഘട്ടം എത്തിയപ്പോഴേക്കും എന്ത് ചെയ്തു? അത് കുറച്ച് ലോക്കൽ ആയിട്ടുള്ള, അതായത് അതാത് ഏരിയയിലുള്ളവരുടെ കീഴിലേക്ക് ലോക്കൽ വോളണ്ടറി ഓർഗനൈസേഷൻസിലേക്ക് അത് ഹാൻഡ് ഓവർ ചെയ്തു. The board also started a number of new Balawadis in the remote border areas. അതേപോലെ തന്നെ ഇവര് എന്ത് ചെയ്തു? ധാരാളം ബാലവാടീസ് നമുക്ക് തന്നെ ഇപ്പൊ നോക്കുവാണെങ്കിൽ
ഓരോ വാർഡ് തോറും അംഗൻവാടികളുണ്ട്. അങ്ങനെ അത്യാവശ്യം വരുന്നിടത്തെല്ലാം നമ്മളിപ്പോ മലയാള ഭാഷ പറഞ്ഞ മുക്കിന് കാണുന്നിടത്തൊക്കെ എന്ത് ചെയ്തു, ബാലവാടീസ് സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ബാലവാടീസ് തുടങ്ങിയത് വുമൻസിന്റെയും ചിൽഡ്രന്റെയും വെൽഫെയറിന് വേണ്ടിയിട്ടായിരുന്നു. While reviewing the program in rural areas, as it was brought to light that the program of the WEPs, being multi-purpose in nature, were inadequate to meet the total needs of children, and therefore the need to provide integrated services for children. The demonstration projects for integrated child welfare was thus drawn up by the Ministry of Education, and the program of organization of Balawadis was entrusted to the Central Social Welfare Board in 1962. നമ്മൾ ഇനിയിപ്പോ ഈ പ്രോജക്റ്റിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ WEP ഇംപ്ലിമെന്റ് ചെയ്ത പ്രോജക്റ്റ് വളരെ നന്നായിരുന്നു. പക്ഷെ അതിന്റെ എണ്ണം വർദ്ധിക്കുന്ന അനുസരിച്ച് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റിയില്ല, ആവശ്യങ്ങൾ മീറ്റ് ചെയ്യാൻ പറ്റാതെയായി. ധാരാളം എണ്ണം കൂടി, അപ്പോൾ കുട്ടികളുടെയും വുമൻസിന്റെ ഒക്കെ എണ്ണം കൂടി അനുസരിച്ച് inadequate to meet the total needs of the children, അവർക്കത് മീറ്റ് ചെയ്യുന്നതിന് ബുദ്ധിമുട്ടുണ്ടായി. Therefore, the need to provide integrated service for children, demonstration projects for integrated child welfare were thus drawn up by the Ministry of Education. അങ്ങനെ അതെന്ത് ചെയ്തു, പിന്നീട് മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷൻ, നമ്മളുടെ വിദ്യാഭ്യാസ വിഭാഗം, വിദ്യാഭ്യാസ മന്ത്രാലയം ഈ പ്രൊജക്ട് ഏറ്റെടുത്തു. സർക്കാരിന്റെ കീഴിലേക്ക് അല്ലെങ്കിൽ മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷൻ അത് ഏറ്റെടുത്തിട്ട് ഇംപ്ലിമെന്റ് ചെയ്യാൻ തുടങ്ങി. Program of organization of Balawadis was entrusted to the Social Welfare Board in 1962. 1962 the Ministry of Education ഏറ്റെടുത്ത് അവരുടെ കീഴിൽ നടത്താൻ തുടങ്ങിയത്. The Committee on Child Care, set up by the Central Social Welfare Board in 1961, made a comprehensive study of children and their needs and made extensive recommendations for the provision of comprehensive services for children of preschool age. അപ്പോൾ അതിന് മുന്നോടിയായിട്ട് അവരെന്ത് ചെയ്തു, 1961 മുതൽ അവരിതിനെക്കുറിച്ച് വിശദമായൊരു പഠനം നടത്തി. ഒരു കമ്മിറ്റി രൂപീകരിച്ച് വിശദമായൊരു പഠനം നടത്തി. എന്തൊക്കെയാണ് വേണ്ടത്, അല്ലെങ്കിൽ പ്രീ സ്കൂൾ ഏജിലെ ചിൽഡ്രന് വേണ്ട സർവീസുകൾ എന്തൊക്കെയാണെന്നൊക്കെ വളരെ വിശദമായി പഠിച്ച് ആ രീതിയിലാണ് 1962 അവരത് നടപ്പിലാക്കാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നത്. During the third plan, the position of Balwadis under the various program is indicated below. മൂന്നാമത്തെ ഘട്ടത്തിൽ എങ്ങനെയായിരുന്നു എന്നുള്ളതാണ് ഇപ്പൊ നമ്മൾ ഈ കാണുന്ന ടേബിള്. അത് ഞങ്ങളുടെ ബുക്കിലും കൊടുത്തിട്ടുണ്ട്. പ്രോഗ്രാം എന്താണെന്ന് പറയുന്നതാണ്, അതേപോലെ എത്ര സെന്റേഴ്സ് ഉണ്ടായിരുന്നു അവരുടെ കീഴിൽ എന്നുള്ളതാണ്. ഇപ്പോ വെൽഫെയർ എക്സ്റ്റൻഷൻ പ്രോജക്ട് അതായിരുന്നു പ്രോഗ്രാമിന്റെ പേര്. അത് ഒറിജിനൽ വേർഷൻ നമ്മൾ ഓൾറെഡി പറഞ്ഞു, 1954 ഒറിജിനൽ വേർഷൻ. അതായത് 1957 അതിൽ കുറച്ച് ചേഞ്ചസ് വരുത്തിയെന്ന്. അതാണ് രണ്ടാമത്തെ പ്രോഗ്രാം ആയിട്ട് കൊടുത്തിരിക്കുന്നത്, WEP എന്ന് പറയുന്നത്. അപ്പോൾ വെൽഫെയർ എക്സ്റ്റൻഷൻ പ്രോജക്റ്റിന്റെ കീഴിൽ എത്ര സെന്ററുകൾ ഉണ്ടായിരുന്നു? ഓൾമോസ്റ്റ് 40 സെന്റേഴ്സ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് WEP അതിന്റെ തന്നെ സെക്കൻഡ് സ്റ്റേജിൽ വന്നപ്പോ 2342 സെന്റേഴ്സ് ഉണ്ടായിരുന്നു. ദെൻ മഹിളാ മന്ദിൽസ്, മഹിളകൾക്ക് വേണ്ടിയിട്ട് തുടങ്ങിയ, അതായത് വുമൻസിന് വേണ്ടിയിട്ട് തുടങ്ങിയത് 1629 ഉണ്ടായിരുന്നു. ബോർഡർ ഏരിയാസിൽ വെൽഫെയർ എക്സ്റ്റൻഷൻ പ്രോജക്ട്സ് ഓൾമോസ്റ്റ് 58 നമ്പേഴ്സ് ഉണ്ടായിരുന്നു. ബാലവാടീസ് ഇൻ ഡെമോൺസ്ട്രേഷൻ പ്രോജക്ട്, അതായത് ലാസ്റ്റ് സ്റ്റേജ് വന്നപ്പോഴേക്കും എത്രയുണ്ടായിരുന്നു? 424. അപ്പോൾ ഇത്രയും രീതിയിലൊക്കെ ആയിരുന്നു എന്തുണ്ടായിരുന്നത്, ഇത്രയും സെന്റേഴ്സ് ആണ് നടന്നിരുന്നത്. ഇനി ഇതിപ്പോ നമ്മൾ പറഞ്ഞത് കോമൺ ആയിട്ട് എങ്ങനെയാണ് അംഗൻവാടികളും ബാലവാടികളൊക്കെ തുടങ്ങിയത്, എങ്ങനെയാണത് സർക്കാരിന്റെ കീഴിലേക്ക് വന്നതെന്നുള്ള ചെറിയൊരു ഇൻട്രൊഡക്ഷൻ ആണ് ഇപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇനി പറയുന്നത് ഫാമിലി ആൻഡ് ചൈൽഡ് വെൽഫെയർ പ്രൊജക്ട്സ്. ഇനി കുടുംബത്തിനും കുട്ടികൾക്കും വേണ്ടിയിട്ട് തുടങ്ങിയ പ്രൊജക്ട്സിനെ കുറിച്ചാണ് പറയുന്നത്. ഫ്രം ദി past experience, the board realized that Balawadis without associating the mothers will not be effective. അപ്പോൾ അവരുടെ കുറെ വർഷത്തെ എക്സ്പീരിയൻസ് ചെയ്യുന്ന അവർക്ക് എന്ത് മനസ്സിലായി, കുട്ടികളിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് കാര്യമില്ല, അമ്മമാരും കൂടി ഉള്ളത് മാത്രമേ വിജയിക്കുള്ളൂ. Balawadis without associating the mothers will not be
effective അല്ലെങ്കിൽ അതിന് എഫക്റ്റ് ഇല്ലാതെ പോകുന്നു എന്ന് അവർക്ക് മനസ്സിലാക്കി. Since family plays an important role in the total development of the child, it was considered necessary to draw up a comprehensive program for the child and family. അപ്പോൾ കുടുംബത്തിന് ഈ കുട്ടികളുടെ വളർച്ചയിൽ അല്ലെങ്കിൽ ബാലവാടിയായിട്ട് ബന്ധപ്പെട്ട് വരുന്ന സാഹചര്യങ്ങളിൽ പ്രത്യേകിച്ച് അമ്മമാർക്കുള്ള ഒരു റോള് മനസ്സിലായതിനു ശേഷം എന്ത് ചെയ്തു? അവര് ഫാമിലി കുടുംബാസൂത്രണ പദ്ധതികളിലേക്ക് കടക്കാൻ തുടങ്ങി. അങ്ങനെയാണ് കുടുംബത്തിനും കുട്ടികൾക്കും വേണ്ടിയിട്ടുള്ള വെൽഫെയർ പ്രോജക്ട്സിലേക്ക് വരുന്നത്. The family and the child welfare projects providing integrated service to children and mother was thus launched from 1967 onwards. അങ്ങനെയാണ് 1967 കുട്ടിക്കും അമ്മയ്ക്കും വേണ്ടിയിട്ടുള്ള പ്രോഗ്രാംസ് തുടങ്ങി, അതായത് ഒരുമിച്ചുള്ള പ്രോഗ്രാംസുകൾ സ്റ്റാർട്ട് ചെയ്തത്. According to the report on the study of the programs of the Central Board 1950-69, the board has sent a sum of rupees 1,185.29 lakhs on the rural welfare programs up to the end of 1969. അപ്പോൾ 1950 മുതൽ 1969 വരെ ഓൾമോസ്റ്റ് 1,185.29 lakhs എന്ത് ചെയ്തു? ബോർഡ് ഈ റൂറൽ വെൽഫെയർ പ്രോഗ്രാംസിന് വേണ്ടിയിട്ട് rural areas ചെലവഴിച്ചു. This no doubt reveals that the board has sustainably contributed towards the development of preschool education in the rural areas. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എന്ത് തന്നെ മനസ്സിലാക്കാം? ഈ ബോർഡ് ഒരു നന്നായിട്ട് സാമ്പത്തിക സഹായം നന്നായിട്ട് കോൺട്രിബ്യൂഷൻ നടത്തിയിട്ടുണ്ട് പ്രീ സ്കൂൾ എഡ്യൂക്കേഷൻ റൂറൽ ഏരിയാസിൽ വരുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവിടെ ഡെവലപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ധാരാളം കോൺട്രിബ്യൂഷൻസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. Besides, Balawadi also started in the urban areas under the board program of welfare extension project and integrated preschool project urban neighborhood. അങ്ങനെ പിന്നീട് എന്ത് ചെയ്തു? അത് ടൗണിലേക്കും അല്ലെങ്കിൽ അർബൻ ഏരിയയിലേക്കും ബാലവാടീസ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് കാരണം. അങ്ങനെ ബാലവാടീസ് എവിടെ എത്തി? ആദ്യം റൂറൽ ഏരിയയിൽ മാത്രം ഉണ്ടായിരുന്നത് അർബൻ ഏരിയയിലും വന്നു തുടങ്ങി. The net position of Balawadi is sponsored by the board under its various programs as at the end of 1968-69, the number of beneficiaries indicated in the following table. അപ്പോൾ ഇനി താഴെ തന്നിരിക്കുന്ന ടേബിൾ 1968-69 സമയത്ത് ബോർഡ് സ്പോൺസർ ചെയ്ത കുറെ വേരിയസ് പ്രോഗ്രാംസിനെ കുറിച്ചൊക്കെയാണ്. അതെന്തൊക്കെയാണെന്നാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ജസ്റ്റ് നിങ്ങളൊന്ന് വായിച്ചാൽ മതിയാവും. ഇത് നമുക്ക് പഠിക്കാനുള്ള കണക്കല്ല, ബോർഡ് പ്രൊവൈഡ് ചെയ്ത കുറച്ച് കാര്യങ്ങൾ അവിടെ കൊടുത്തിട്ടുണ്ടെന്നേ ഉള്ളൂ. അത് ജസ്റ്റ് നിങ്ങൾ വായിച്ചാൽ മതി. ഇനി അടുത്ത ഇപ്പൊ ഇത്രയും നേരം നമ്മൾ സ്പോൺസേർഡ് പ്രോഗ്രാം ആണ് പറഞ്ഞത്, അതായത് ഇവിടെ ബോർഡാണെല്ലാം സ്പോൺസർ ചെയ്തിരുന്നത്. ഇനി നമ്മൾ ഗ്രാൻഡ് നീഡ് പ്രോഗ്രാമിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. നമുക്കറിയാം ഗ്രാൻഡ് കൊടുക്കുക എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടെന്ന്. അപ്പൊ സഹായം എയ്ഡ് ആവശ്യമുള്ളവർക്ക് ഗ്രാൻഡ് കൊടുക്കുന്ന പ്രോഗ്രാമിനെ കുറിച്ചാണ് ഇനി പറയാൻ പോകുന്നത്. Under the grants in aid program of the Central Board, under the grants in aid program of the Central Board, also the board extended financial assistance to Balawadis run by voluntary agencies all over the country. ഞാൻ ഓൾറെഡി പറഞ്ഞു, അതായത് നമ്മൾ സഹായം കൊടുത്ത് ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് കൊടുത്തിട്ട് നടത്തുന്നതിനെ കുറിച്ചാണ്. അപ്പോൾ ഇത് വോളണ്ടറി ഏജൻസീസ് ബാലവാടീസ് WEPക്ക് നേരിട്ട് ഇത് എല്ലായിടത്തും എത്തിപ്പെടാൻ പറ്റാതെ ഇപ്പൊ എന്ത് ചെയ്തു? വോളണ്ടറി ഓർഗനൈസേഷൻസിന് കൊടുത്തു നമ്മൾ പ്രീവിയസ് ടോപ്പിക്കിൽ ഡിസ്കസ് ചെയ്തു. അങ്ങനെയുള്ള ഏജൻസീസിന് ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് കൊടുത്തിട്ട് ബാലവാടീസ് റൺ നടത്തുന്നതിന് വേണ്ടിയിട്ട് കൊടുത്ത പ്രോഗ്രാമാണ് എന്ത്? ഗ്രാൻഡ് നീഡ് പ്രോഗ്രാം. During the first and second plan period, the board aided 2,174 Balawadis, and in the third plan, the number of Balawadis aided 4,816. ആദ്യത്തെ 2 വർഷം 2,174 ബാലവാടീസിനെയാണ് സഹായിച്ചതെങ്കിൽ അത് നെക്സ്റ്റ് ഇയർ ആയപ്പോഴേക്കും തേർഡ് പ്ലാൻ വന്നപ്പോഴേക്കും അത് എത്രയായി? അതിന്റെ ഡബിൾ ആയി 4,816 മാറി. In the year 1968-69, number of Balawadis aided were 1,599 and the number of beneficiaries in these Balawadis were 1,08,732. 1968-69 ആ കാലഘട്ടം ആയപ്പോഴേക്കും
1599, അതായത് ഓൾമോസ്റ്റ് 1600ഓളം ബാലവാടീസിൽ നമുക്ക് എയ്ഡ് കൊടുക്കാൻ പറ്റി, സഹായം കൊടുക്കാൻ പറ്റി. അതേപോലെ എത്ര കുട്ടികളാണ് ആ സഹായം അനുഭവിച്ചത്, അല്ലെങ്കിൽ എത്ര പേരാണ് അതിന് കിട്ടിയ ബെനഫിഷ്യൽ ആയത്? ഓൾമോസ്റ്റ് 1,08,732 സ്റ്റുഡൻസിന് അതിന്റെ അനുഭവിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ എന്താ പറയുന്നത്, അതിന്റെ ആ ഒരു എയ്ഡ് സ്വീകരിക്കാൻ വേണ്ടിയിട്ട് പറ്റി. The grant of the central board were mainly towards meeting the salaries of trained personnel, purchase of equipment and improvement of services rendered. പ്രധാനമായിട്ടും ഗ്രാന്റ് എന്തിനൊക്കെ വേണ്ടിയിട്ടാണ് സെൻട്രൽ ബോർഡ് കൊടുത്തത്? ഒന്ന്, ഈ ബാലവാടീസിലെ സാലറി കൊടുക്കുന്നതിന് വേണ്ടിയിട്ട്. രണ്ടാമത്തത് പർച്ചേസ് ഓഫ് എക്യുപ്മെന്റ്. മൂന്നാമത്തത് ഇംപ്രൂവ്മെന്റ് ഓഫ് സർവീസസ് റെൻഡേഡ്, കൊടുക്കുന്ന സർവീസുകൾ കുറച്ചുകൂടി വിപുലമാക്കുന്നതിന് അല്ലെങ്കിൽ മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട്, എക്യുപ്മെന്റ്സിന് വേണ്ടിയിട്ട്, സാലറീസിന് വേണ്ടിയിട്ട്, ഈ 3 കാര്യത്തിനായിട്ടാണ് പ്രധാനമായിട്ടും എന്ത് കൊടുത്തത്? സെൻട്രൽ ബോർഡ് ഈ ഗ്രാന്റുകൾ കൊടുത്തത്. Thus, during 1968-69, the board had assisted 5,742 Balwadis, which catered to about 2,65,419 children. The 68-69 കാലഘട്ടം കഴിഞ്ഞപ്പോഴേക്കും എന്തായി? 5,742 ബാലവാടീസിനെ സഹായിക്കുന്നതിനും അതേപോലെ ഓൾമോസ്റ്റ് 2,65,419 ചിൽഡ്രനെ സഹായിക്കുന്നതിനും അത് സഹായിച്ചു. Besides the quantitative expansion of program of preschool education, the board has significantly contributed towards the training of preschool teachers. The training program consisted of training Gram Sevagas and Mukhya Sevagas in the beginning, and the program developed the emphasis on provision of integrated services to children and of the family, culminated in the drawing up of specialized training for Bal Sevikas. അതായത് ഇതിന്റെ എണ്ണം കൂടുന്ന അനുസരിച്ച്, ബിസൈഡ്സ് ദി ക്വാണ്ടിറ്റേറ്റീവ് എക്സ്പാൻഷൻ ഓഫ് ദി പ്രോഗ്രാം ഓഫ് പ്രീ സ്കൂൾ എഡ്യൂക്കേഷൻ, ഈ പ്രോഗ്രാമുകൾ വർദ്ധിക്കുന്നതോടൊപ്പം തന്നെ ബോർഡ് എന്ത് ചെയ്തു? പ്രീ സ്കൂൾ ടീച്ചേഴ്സിന് വേണ്ടിയിട്ടുള്ള ട്രെയിനിങ്ങും സ്റ്റാർട്ട് ചെയ്തു. പ്രീ സ്കൂൾ ടീച്ചേഴ്സിന് വേണ്ടിയിട്ടുള്ള ട്രെയിനിങ്ങും സ്റ്റാർട്ട് ചെയ്തു. അപ്പൊ ഈ ട്രെയിനിങ് പ്രോഗ്രാം പ്രധാനമായിട്ടും 2 രീതിയിലാണ് കൊടുത്തിരുന്നത്. ആർക്കൊക്കെയാണ്? ഗ്രാമസേവികാസ് ആൻഡ് മുഖ്യ സേവികാസ്. അപ്പോ ഗ്രാമസേവികാസ് ആൻഡ് മുഖ്യ സേവികാസ് in the beginning, and the program developed emphasis on provision of integrated services to children and the family, culminated in the drawing up of specialized training for Bal Sevikas. അപ്പൊ അങ്ങനെ, അതായത് നമ്മളിപ്പോ അംഗൻവാടി ടീച്ചർ അല്ലെങ്കിൽ അവിടെ ഉള്ളവർക്ക് കൊടുക്കുന്ന ട്രെയിനിങ് പോലെ എന്ത് ചെയ്തു? ഈ ബോർഡ് ഗ്രാമസേവികാസ്, മുഖ്യ സേവികാസ് എന്നൊക്കെ പറഞ്ഞിട്ട് തസ്തികകൾ വെച്ച് അവർക്ക് അവിടെ ട്രെയിനിങ് കൊടുത്തു. അങ്ങനെ കുട്ടികളിലേക്കും അവരുടെ മാതാക്കൾക്കും വേണ്ട രീതിയിൽ എല്ലാ സഹായങ്ങളും, അതായത് ഈ ബോർഡിന്റെ പ്രോഗ്രാംസ് ഒക്കെ ഇംപ്രൂവ് ചെയ്യാനും പ്രീ സ്കൂൾ എഡ്യൂക്കേഷന് വേണ്ട എല്ലാ കാര്യങ്ങളും അവിടെ നിന്ന് തന്നെ നടത്തി കൊടുക്കുന്നതിനൊക്കെ വേണ്ടിയിട്ട് ട്രെയിനിങ്ങുകൾ കൊടുത്തു. അതായത് ഈ ഗ്രാമസേവികാസ്, മുഖ്യ സേവികാസ് എന്ന് പറയുന്നതാണ് നമ്മളുടെ ഇപ്പോഴത്തെ പ്രീ സ്കൂൾ ടീച്ചേഴ്സ് ആയിട്ടാണ് അവർ പറയുന്നത്. അങ്ങനെയുള്ള ട്രെയിനിങ്ങുകളായിരുന്നു അന്ന് കൊടുത്തിരുന്നത്. Closely allied to the training aspect, the board had attempted training out materials for use of teachers and other workers engaged in preschool education. About a farmlet organization of rural Balawadi was published, which gives certain minimum standards for a rural Balawadi. എന്ത് ചെയ്തു? അതിനുശേഷം ട്രെയിനിങ്ങുകൾ കൊടുക്കുവാന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ board had attempted to training out materials for use. അവിടുത്തെ ടീച്ചേഴ്സിനും അല്ലെങ്കിൽ മറ്റു വർക്കേഴ്സിനും വേണ്ടിയിട്ടുള്ള എന്ത് കൊടുത്തു? ട്രെയിനിങ് മെറ്റീരിയൽസ് കൊടുക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി. അതിന്റെ പേരായിരുന്നു എന്ത്? അങ്ങനെ ഒരു പാംപ്ലെറ്റ് പോയതിന്റെ പേരാണ് ഓർഗനൈസേഷൻ ഓഫ് റൂറൽ ബാലവാടി. അതിനകത്ത് ഒരു ബാലവാടിയിൽ ഉണ്ടായിരിക്കേണ്ട മിനിമം സ്റ്റാൻഡേർഡുകൾ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ ഒരു സ്കൂള്, ചെറിയൊരു അംഗൻവാടി സെറ്റപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള, ബാലവാടി സെറ്റപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തൊക്കെയാണ് വേണ്ടത്, ആ സ്കൂൾ എങ്ങനെയായിരിക്കണം, കോമ്പൗണ്ട് എങ്ങനെയായിരിക്കണം, ക്ലാസ് റൂം എന്തൊക്കെയായിരിക്കണം, അല്ലെങ്കിൽ അവിടെ ഉണ്ടായിരിക്കേണ്ട ഫർണിച്ചേഴ്സ് എന്തൊക്കെയാണ്, ടോയ്ലറ്റ് ഫെസിലിറ്റി എന്തൊക്കെയാണ്, ഇങ്ങനെയുള്ള, അതേപോലെ ടീച്ചേഴ്സ് കുട്ടികളെ നോക്കുന്നത്, അവരുടെ മാതാപിതാക്കളായിട്ട് ബന്ധപ്പെട്ട കാര്യം, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഉൾപ്പെടുത്തി ഒരു ബുക്ക് ഇറക്കി, അതായത് ട്രെയിനിങ് പാംപ്ലെറ്റ് ഇറക്കി. അതായിരുന്നു എന്ത്? ഓർഗനൈസേഷൻ ഓഫ് റൂറൽ ബാലവാടി. Okay. Besides special supplements for use of Bal Sevikas, after being brought out in the board journal Samaj Kalyan and Social Welfare.
ഓക്കെ, ഇനി അടുത്തത് പറയുന്ന ക്രഷസ് ആണ്. ക്രഷസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡേ കെയർ എന്നാണ്, നമ്മളുടെ ഇപ്പോഴത്തെ ഡേ കെയറിനെയാണ് ക്രഷസ് എന്ന് പറയുന്നത്. ക്രഷസ് ഈസ് എ പബ്ലിക് നഴ്സറി വേർ ദി യങ് ചിൽഡ്രൻ ഓഫ് പുവർ വുമൻ വർ കെയർഡ് ഫോർ ഡ്യൂറിംഗ് ദി ഡേ വൈൽ ദെയർ മദേഴ്സ് ആർ അറ്റ് വർക്ക്. അതായത് സാധാരണക്കാരായ സ്ത്രീകളുടെ മക്കളെ നോക്കാൻ വേണ്ടിയിട്ട്, കുഞ്ഞു മക്കളെ നോക്കാൻ വേണ്ടിയിട്ടുള്ള സ്ഥലമാണ് എന്ത്, ക്രഷസ് എന്ന് പറയുന്നത്. അത് ഇങ്ങനെ തന്നെയാണ് ഇതിനകത്ത് എഴുതിയിരിക്കുന്നത്. യങ് ചിൽഡ്രൻ വേർ ദി യങ് ചിൽഡ്രൻ ഓഫ് പുവർ വുമൻ ആർ കെയർഡ് ഡ്യൂറിംഗ് ദി ഡേ വൈൽ ദെയർ മദേഴ്സ് ആർ അറ്റ് വർക്ക്. അമ്മമാര് ജോലി ചെയ്യുന്ന സമയത്ത് കൊച്ചു കുഞ്ഞുങ്ങൾ, അവരുടെ കൊച്ചു കുഞ്ഞുങ്ങളെ നോക്കാൻ വേണ്ടിയിട്ടുള്ള സ്ഥലത്തിനെയാണ് ക്രഷസ് എന്ന് പറയുന്നത്. ഇനി അതിനകത്ത് 2-3 ടൈപ്പ് ഇതാണ് പറയുന്നത്. അതിനകത്ത് ഒന്നാമത്തെയാണ് മൊബൈൽ ക്രഷസ്. യങ് ചിൽഡ്രൻ ആൻഡ് ദെയർ വർക്കിംഗ് മദേഴ്സ് ആർ വൺ ഓഫ് ദി മോസ്റ്റ് വൾണറബിൾ സെക്ഷൻസ് ലിവിംഗ് ഇൻ പോവർട്ടി ഇൻ ഇന്ത്യ ടുഡേ. ഇത് ഇന്ത്യയുടെ ഒരു ഹിസ്റ്ററിയിൽ ബന്ധപ്പെട്ടൊരു കാര്യമാണ് പറയുന്നത്. അപ്പോൾ അമ്മമാർ, കുഞ്ഞ് മക്കളുള്ളവരും ആ അമ്മമാരുമാണ്, അല്ലെങ്കിൽ വർക്കിംഗ് വുമൻസും കുഞ്ഞു മക്കളുള്ളവരുമാണ് എന്ത്, നമ്മളുടെ ഈ ഇന്ത്യയിൽ ഒരു കണക്കെടുത്തു കഴിഞ്ഞാൽ ദാരിദ്ര്യ വിഭാഗത്തിൽ കൂടുതലും ജീവിക്കുന്നതെന്നാണ് പറയുന്നത്. While the adults toil, young children suffer neglect and the older ones bear the responsibility of adult chores. Mobile crushes has been in presence of the landscape since 1969. അതായത് ടോയിൽ എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം അധ്വാനിക്കുക എന്നാണ് കേട്ടോ. അപ്പോൾ മുതിർന്നവർ അധ്വാനിക്കുന്ന സമയത്ത് ചെറിയ ചിൽഡ്രൻസിനെ നോക്കാൻ ആരുമില്ല, അവരൊറ്റപ്പെട്ടു പോകുന്നു, അല്ലെങ്കിൽ അവരെ ആരും ഇല്ലാതെ അവിടെ ഇവിടെയൊക്കെ അവരിങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന അവസ്ഥ ഉണ്ടായത് കൊണ്ടാണ് എന്ത് വന്നത്, ഈ മൊബൈൽ ക്രഷസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തതിന്റെ തന്നെ കാരണം. ഇനി അത് മൊബൈൽ ക്രഷസ് ഹാസ് ബീൻ പ്രസന്റ് ഇൻ ദിസ് ലാൻഡ്സ്കേപ്പ് സിൻസ് 1969. 1969 മുതലാണ് ഇത് ഇന്ത്യയിൽ കാണപ്പെട്ട് തുടങ്ങിയത്. ഇനി അടുത്തത് നാഷണൽ ക്രഷ് ഫണ്ട്. DataNet India Private Law Limited was established as an IT-enabled company on February 2000. അതൊരു കമ്പനിയെ കുറിച്ചാണ് പറയുന്നത്. We have launched our first and main website www.indiastat.com on 14th November 2000, which was inaugurated by the Minister of State, Department of Statistics, Planning and Public Grievances, Government of India, Sri Arun Shourie at New Delhi. അതായത് നാഷണൽ ക്രഷ് ഫണ്ട് അതൊരു കമ്പനിയാണ്. ആ കമ്പനി ഈ ക്രഷ് അവർക്ക് സപ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ളതായിരുന്നു. അപ്പോൾ അത് സ്റ്റാർട്ട് ചെയ്തത് 2000-ലാണ്. അത് അവരുടെ മെയിൻ അല്ലെങ്കിൽ ഫസ്റ്റ് സൈറ്റ് ലോഞ്ച് ചെയ്തത് എന്തിന് 14th November 2000-ലാണ്. അത് ആരാ ഇനോഗ്രേറ്റ് ചെയ്തതെന്നൊക്കെയാണ് എഴുതിയിരിക്കുന്നത്. ഇനി അടുത്തത് രാജീവ് ഗാന്ധി നാഷണൽ ക്രഷ് സ്കീം. The present scheme will provide assistance to NGOs for running crushes. ഇത് NGOസിന് സ്പെഷ്യൽ ഇതെന്താ പറയുന്ന സ്കീം ഹെൽപ്പ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഹെൽപ്പ് പ്രൊവൈഡ് ചെയ്യുന്നു, അതിനെ കുറിച്ചാണ്. ഇതാണ് രാജീവ് ഗാന്ധി നാഷണൽ ക്രഷ് സ്കീം എന്ന് പറയുന്നത്. ഇപ്പൊ ഈ ലിങ്ക് കട്ടാവും. നിങ്ങൾ ഒരു കാര്യം ചെയ്യുക, ഇതൊന്ന് ഇപ്പോ കട്ടായി കഴിയുമ്പോൾ എല്ലാവരും ഇതേ ലിങ്കിൽ ഒന്നുകൂടി റീജോയിൻ ചെയ്യുക കേട്ടോ.